പരിശുദ്ധമായ റമദാൻ വന്നിട്ട് പാവം പൊറപ്പിച്ചെടുക്കാത്ത മനുഷ്യരായി നീ മാറരുതേ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഒരടിമയെ കൊണ്ടുവരുകയാണ്. ഒരടിമയെ റബ്ബിന്റെ സ്മിതത്തിലേക്ക് കൊണ്ടുവരുകയാ. അവനെ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് മലക്കുകൾ അവനെ ശിക്ഷിക്കുകയാണ്. അവനെ ചാട്ടമാറോട് കൊണ്ട് അടിക്കുകയാണ്. അവസാനം അവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. എല്ലാ അമ്പിയാക്കളും ആട്ടി ഓടിച്ചു. ആദം നബി പറഞ്ഞു, എനിക്ക് പറ്റൂല, ഞാനൊരു പടം കഴിച്ചതിന്റെ പേരിൽ ഹിസാബ് പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി പറയുകയാണ്, 950 വർഷം ദഅവത്ത് ചെയ്തപ്പോ ആരും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാത്തതിന്റെ പേരിൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ഞാൻ ഉപയോഗിച്ചു പോയി. എന്റെ സമൂഹത്തെ ഞാൻ നശിപ്പിച്ചു പോയി. എനിക്കും രക്ഷയില്ല. അവസാനം ഓടിയെത്തുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുസവിധത്തിലേക്കാ. റസൂലുള്ള അവന് വേണ്ടി ശുപാർശയ്ക്ക് വേണ്ടി കൈവരുത്തുമ്പോ ആകാശത്തു നിന്നൊരു ശരീരം മുഴങ്ങുകയാണ്. യാ മുഹമ്മദു ഇന്ന ഖസ്മഹു റമളാൻ. അവന്റെ എതിരായി നിലകൊള്ളുന്ന പ്രതിയോഗി അത് റമളാനാണ്. ആരാണ് ഇവന്റെ എതിര് സാക്ഷ്യം നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് മതി കേട്ടോ പ്രവാചകരെ. ഇവന്റെ വിഷയത്തിൽ ഇടപെടുന്നത് ഇവ റമളാൻ വന്നിട്ട് കള്ളുകുടിച്ചവനാണ്, റമളാൻ വന്നിട്ട് ഉച്ചരിച്ചവനാണ്, റമളാൻ വന്നിട്ട് സിനിമ കണ്ടുകൊണ്ട് നടന്നവനാണ്, റമളാൻ വന്നിട്ട് സീരടിമപ്പെട്ട പെണ്ണാണ്, റമളാൻ വന്നിട്ട് മോശമായ ശൈലിയിൽ നാവുകൊണ്ട് ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടന്നവനാ. അയൽവാസികളുമായി ബന്ധം വിച്ഛേദിച്ചവനാണ്, കുടുംബബന്ധം ശാക്തീകരിക്കാത്തവനാണ്, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവനാണ്, യതീം മക്കളെ പോറ്റി വളർത്താത്തവനാണ്, ദീനിന്റെ സ്ഥാപനങ്ങളെ മുഖവിലക്കെടുക്കാത്തവനാ. അതുകൊണ്ട് ഇവനെ മൈൻഡ് ചെയ്യരുതേ. ഇന്ന ഖസ്മഹു റമളാൻ. ഈ അശരീയം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന ബരീഉൻ മിമ്മൻ ഖസമഹു ശഹ്റു റമളാൻ. പരിശുദ്ധ റമളാൻ, ആ റമളാൻ വന്നിട്ടും തെറ്റ് ചെയ്തവനുണ്ടോ? ആ റമളാൻ എതിര് നാളെ സാക്ഷി നിൽക്കുകയാണ്. അവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശയും പറ്റുകയില്ല. അവനെ തൊട്ട് ഞാൻ ഒഴിവാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി